ബികോം ഫിഫ്ത്ത് സെമ്മിലെ ഇൻകം ടാക്സ് ആൻഡ് ലോ എന്ന പേപ്പറിൻ്റെ സാലറീസ് എന്ന മൊഡ്യൂളിലെ അഡീഷണൽ സോൾവ്ഡ് പ്രോബ്ലംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ എന്ന ഭാഗത്തിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Mr. Datta received voluntary retirement compensation of 7 lakh after 30 years 4 months of service. He still has 6 years of service left. At the time of voluntary retirement, he was drawing basic salary 20,000 per month, earned allowance which forms part of pay rupees 5,000 per month. Compute his taxable voluntary retirement compensation assuming that he does not claim any relief under section 89. അപ്പോൾ ഇതിൽ ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷനാണ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കാം. മിസ്റ്റർ ദത്ത റസീവ്ഡ് വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ. മിസ്റ്റർ ദത്ത 7 lakh rupees വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷനായി ലഭിച്ചിട്ടുണ്ട് ഫോർ അദ്ദേഹത്തിൻ്റെ 30 years 4 months ഓഫ് സർവീസിന്. പിന്നെ അദ്ദേഹത്തിന് 6 വർഷത്തിന് സർവീസ് ബാക്കിയുണ്ട്. പിന്നെ അറിയുന്നത് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ് സമയത്ത് ഹി വാസ് ഡ്രോയിങ് ബേസിക് സാലറി 20,000 പെർ മന്തും ഡിയർനെസ് അലവൻസ് 5,000 പെർ മന്തും ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അതിൽ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ റിസീവ്ഡ് നിന്ന് എക്സംപ്ഷൻ കുറക്കുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ കിട്ടുക. അതിൽ എക്സംഷൻ 4 അതിൽ ഏറ്റവും ലീസ്റ്റ് ഉള്ളതാണ് നമ്മൾ ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുക. അതിൽ ഒന്നാമത്തെ എക്സംഷനാണ് കോമ്പൻസേഷൻ ആക്ച്വലി റിസീവ്ഡ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 7 lakh അദ്ദേഹത്തിന് വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ. പിന്നെ രണ്ടാമതാണ് സ്റ്റാറ്റുട്ടറി ലിമിറ്റ്, അത് 5 lakh. പിന്നെ മൂന്നാമത്തേതാണ് 3 months സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. അദ്ദേഹത്തിന് 3 വർഷത്തെ സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. 3 വർഷത്തെ സാലറി ബേസിക് പേ 20,000 പിന്നെ ഡിയർനെസ് അലവൻസ് 5,000 അതേ ഇൻറ്റു 3 മാസത്തെ സാലറി കിട്ടും. പിന്നെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റഡ് ഇയേഴ്സ് സർവീസ് 30 years. അപ്പം 20,000 പ്ലസ് 5,000 ഇൻറ്റു 3 ഇൻറ്റു 30 ഈക്വൽ ടു 25,50,000 എന്ന് കിട്ടും. അതാണ് മൂന്നാമത്തെ അസംഷൻ. നാലാമത്തെ അസംഷനാണ് ലാസ്റ്റ് ഡ്രോ സാലറി ഇൻറ്റു റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ്. ലാസ്റ്റ് ഡ്രോ സാലറി ഹോസ്റ്റലിലുണ്ട് 20,000 ബേസിക് പേയും പ്ലസ് പിന്നെ ഡിയർനെസ് അലവൻസ് 5,000 പിന്നെ ഇൻറ്റു റിമൈനിങ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ്. അദ്ദേഹത്തിന് റിമൈനിങ് കാലാവധി എന്ന് പറയുന്നത് 6 കൊല്ലമാണ്. അപ്പം 6 × 12 months, അപ്പോൾ നമുക്ക് 18 lakh എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഏറ്റവും കുറവുള്ളതാണ് നമ്മൾ ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്നത്. അത് സ്റ്റാറ്റുട്ടറി ലിമിറ്റാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ റിസീവ്ഡ് 7 lakh. അതിൽ നിന്ന് എക്സംഷൻ അണ്ടർ സ്റ്റാറ്റുട്ടറി ലിമിറ്റ് അടുത്ത 5 lakh കുറക്കും. അപ്പോൾ ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷനായി നമുക്ക് ലഭിക്കുന്നത് 2 lakh. അപ്പോൾ ഇങ്ങനെയാണ് ടാക്സബിൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് കോമ്പൻസേഷൻ കണ്ടുപിടിക്കുന്നത്.